പാലക്കാട്ട് നിന്ന് ഇപ്പോ നിലമ്പൂരിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഇലക്ഷനിൽ മുഴുവൻ ഉണ്ടാവോ? അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. എന്താ പറഞ്ഞേ? നിങ്ങളോടല്ല, എവളോടാ? അയ്യോ, കേരളം മുഴുവൻ നിലമ്പൂരിലെത്തും. ജനാധിപത്യത്തെ കാത്തു സംരക്ഷിക്കണം എന്ന ബോധമുള്ള കേരളത്തിലെ മുഴുവൻ മനുഷ്യരും സുഖമില്ലാത്ത ആളാ. ഈ വോട്ടവകാശം വിനിയോഗിക്കുന്ന നിലമ്പൂരുകാരോട് വന്ന് ഒരു വോട്ട് സ്വരാജിന് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാൻ ആരുടെയും ക്ഷണമൊന്നും പ്രത്യേകിച്ച് വേണ്ട. അതേന്ന് ഇയാളെ താൻ അറിയോ? പിന്നെ എന്റെ നാട്ടുകാരനല്ലേ. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്. വിളിച്ചു വരുത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ, വിളിച്ചു വരുത്തിയ ഈ അവസരത്തിൽ അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ജനങ്ങൾ അറിഞ്ഞു തന്നെ പ്രയോഗിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും അവനവൻ അറിഞ്ഞു തന്നെ ഇവിടെ വന്ന് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റും. പിന്നെ എപ്പോഴും പബ്ജി കളിക്കാനാണല്ലോ ആൾക്കാർ എന്നെ അന്വേഷിച്ച് വരുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിലെ പലപ്പോഴും ഇടതുപക്ഷത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഈ നിലമ്പൂരിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ടോ? കാരണം സിറ്റിംഗ് സീറ്റാണ്. ശരിക്കും പാടുകയും പാടുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ മോടെ നെഞ്ചില് മുഴുവൻ തീയാട. സാഹചര്യങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് വിലയിരുത്തിയല്ല ഒരു ഉപതെരഞ്ഞെടുപ്പിനെയും ഇടതുപക്ഷം അഭിമുഖീകരിക്കുന്നത്. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ നിലമ്പൂരിലെ സത്യം എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിയും. അതിനുവേണ്ടിയായിരിക്കും നിലമ്പൂരുകാർ വോട്ട് ചെയ്യുകയും ചെയ്യാം. ഒരു സ്വതന്ത്ര പരീക്ഷണമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു. താങ്കൾ ഉൾപ്പെടെ പാലക്കാട് ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. തന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. യു ആർ ഡിസ്മിസ്ഡ്. അത് എവിടെ കോത്താഴത്ത് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, അതിനേക്കാളൊക്കെ വലിയ ഒരു സന്ദേശം ഈ കേരളത്തിനോട് പറയാനുണ്ട്. എന്നതാണ് എന്റെ ലക്ഷ്യം. ഇന്നല്ലെങ്കിൽ നാളെ ഈ പാതാള ഷാജി ഒരു ഗിന്നസ് ഷാജിയായി മാറും. അത് കേവലം നിലമ്പൂരിൽ മാത്രമല്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തുടക്കമാണെന്നുമുള്ള കോൺഫിഡൻസ് കേരളത്തിന് കൈമാറണം. അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ദൗത്യമാണ്. നക്ഷത്രദീപങ്ങൾ നിങ്ങൾ കണ്ടതാണ് ഇന്നലെ 24 മണിക്കൂറായി പ്രവർത്തകർ ഓരോരുത്തരുടെയും ആത്മവിശ്വാസം നിലമ്പൂർ എത്രത്തോളം വർദ്ധിച്ചു, കേരളത്തിൽ എത്രത്തോളം ആളുകൾ അതിന് കൈയടിക്കുന്നു എന്നുള്ളത്. പൂർണ്ണമായിട്ടും ഉണ്ടാവും നിലമ്പൂർ. ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ 20 ദിവസം ഉണ്ടാവും. എല്ലാ വിശ്വാസമാകുന്നില്ലേ? അപ്പോ പാലക്കാട്ട് നമ്മൾ കണ്ടതാണ്. അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ. നിലമ്പൂരിലും അതേപോലെ ഇപ്പോൾ ഇദ്ദേഹം എത്തിയിരിക്കുന്നു. ഒരു ശുഭകാര്യത്തിന് വരുമ്പോ വേണ്ടാത്ത വർത്തമാനം പറയല്ലേ. നിലമ്പൂരിൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ സരിന്റെ ചുമതല ഉണ്ടാവും, സരിന്റെ പ്രവർത്തനം ഉണ്ടാവും എന്നാണ് കരുതുന്നത്. എന്താ നിന്റെ ഉദ്ദേശം?